സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതായത് സിലബസിലെ അവസാനത്തെ ക്ലാസ്സാണ്. പോക്സോ ആക്ടിലെ ക്ലാസ്സസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇതിനു മുമ്പേ തന്നെ നമ്മളെടുത്ത IPCയുടെ ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ CRPCയുടെ ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ എവിഡൻസ് ആക്ടിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തിരുന്നു, കേരള പോലീസ് ആക്ടിൻ്റെ ക്ലാസ് എടുത്തിരുന്നു, അതുപോലെ തന്നെ NDPCയുടെ ക്ലാസ് ഓൾറെഡി നമ്മൾ എക്സൈസിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, അതിൽ കയറി കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ IT ആക്ടിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ, അതായത് വിവരാവകാശത്തിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എടുക്കാനുള്ളത് പോക്സോ ആക്ട് ആണ്. പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ്. ഇതിന് മുമ്പേ ഉള്ള ക്ലാസ്സസ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ ക്ലാസ്സസും കാണാൻ സാധിക്കുന്നതാണ്. മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുമോ, 1-2 വട്ടം നമ്മുടെ ക്ലാസ്സസ് ഒന്ന് കാണാൻ ശ്രമിക്കുമോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും, പഠിച്ച് തന്നെ പോവുക. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ഇനി അധികം സമയമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം ലൈക്കോടെ ചെയ്തേക്കണേ കാണുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന പോക്സോ ആക്ട് എന്താണ്? പോക്സോ ആക്ടിൻ്റെ ഫുൾ ഫോം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അപ്പോൾ പോക്സോ ആക്ടിൻ്റെ ഫുൾ ഫോം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് പോക്സോയുടെ പൂർണ്ണ രൂപം. പോക്സോ ആക്ട് 2012 എന്നാണ് പറയുന്നത്. 2012 നമ്മുടെ ഈ ആക്ട് പ്രാബല്യത്തിലുമൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് 2012 പോക്സോ ആക്ട് എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ നമ്മുടെ പോക്സോ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുമ്പോൾ ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. അപ്പോൾ പോക്സോ ആക്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് വേണ്ടിയുള്ള ആക്റ്റാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. ക്ലിയർ ആയേ? അതുപോലെ തന്നെ പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട് നമുക്ക് നോക്കി തന്നെ പോവാം. പരീക്ഷയ്ക്ക് ചോദിക്കാനും ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് അതുതന്നെ നമുക്ക് പഠിച്ചു പോവാം. പോക്സോ ആക്ട് പാസ്സായത് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 2012 ജൂൺ 19 പോക്സോ ആക്ട് പാസ്സായത്. അതായത് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത്. പോക്സോ ആക്ട് പാസ്സായത് എന്നാണ്? 2012 ജൂൺ 19 പാസ്സായത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ അതിനു മുമ്പ് തന്നെ ഓർത്ത് വെച്ചോ, പാർലമെൻറ്റ് പാസ്സായത് പോക്സോ ആക്ട് ബില്ല് പാർലമെൻറ്റ് പാസ്സായത് 2012 മെയ് 22. അതുപോലെ തന്നെ പോക്സോ ആക്ട് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19. അപ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ 2012 ജൂൺ 19. അതുപോലെ തന്നെ ഈ പോക്സോ ആക്ട് പ്രസിഡന്റിൻ്റെ അംഗീകാരം ജൂൺ 19 2012 ജൂൺ 19 പ്രസിഡന്റിന് അംഗീകാരം ലഭിച്ചുവെങ്കിലും പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 14 പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ക്ലിയർ ആയേ? പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2012 നവംബർ 14 പ്രാബല്യത്തിൽ വന്നത്. നവംബർ 14 പ്രാബല്യത്തിൽ വന്നത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? അതായത് നമ്മളുടെ പോക്സോ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേരാണ് പ്രതിഭ പാട്ടീൽ. അപ്പം പോക്സോ ആക്ടിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? പ്രതിഭ പാട്ടീൽ. അപ്പോൾ ഇത്രയും നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അപ്പോൾ തന്നെ നമുക്കൊന്ന് ക്ലിയർ ആവും. പോക്സോ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. അതുപോലെ പോക്സോ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2012 മെയ് 22. അതുപോലെ തന്നെ പോക്സോ ആക്ട് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19. അതുപോലെ തന്നെ പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 14. നവംബർ 14 ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയാമല്ലോ കൂടുതൽ. അപ്പോൾ നവംബർ 14 പ്രത്യേകത എന്താണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഈ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14. അതുപോലെ തന്നെ ഒപ്പുവെച്ച രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. അപ്പോൾ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? പ്രതിഭ പാട്ടീൽ. അതുപോലെ തന്നെ പോക്സോ ആക്ടിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 9. പോക്സോ ആക്ടിലെ അധ്യായങ്ങളുടെ എണ്ണം 9, സെക്ഷൻസ് അഥവാ വകുപ്പുകളും 46. അപ്പോൾ പോക്സോ ആക്ടിലെ അധ്യായങ്ങൾ 9, സെക്ഷനുകൾ 46 സെക്ഷനുകളും പോക്സോ ആക്ടിലുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയമാണ് വനിതാ ശിശുക്ഷേമം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയമാണ് വനിതാ ശിശുക്ഷേമം. അപ്പം നമ്മളുടെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി ആരാണ്? കേന്ദ്രമന്ത്രി ആരാണ് നിലവിലെ?
അതാരാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ നിങ്ങൾക്കൂടെ കുറച്ച് എൻഗേജിങ് ആവുമല്ലോ. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പം നിങ്ങൾ അതോടെ അങ്ങ് പഠിച്ചു പോകുമല്ലോ. അപ്പം കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. ക്ലിയർ ആയേ? അപ്പോൾ അടുത്തതിലോട്ട് നമുക്ക് പോകാം. ഇനി നമ്മൾ ഈ നിയമത്തെക്കുറിച്ച് ശരിക്കും ഡീറ്റെയിൽഡായിട്ട് പഠിക്കുവാണ്. അതായത് പോക്സോ നിയമത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമുക്ക് പോക്സോ നിയമത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്? ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം നിർമ്മിച്ചിട്ടുള്ളത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് തരംതിരിച്ചുള്ള നടപടിക്രമങ്ങളും ശിക്ഷയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് തരംതിരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും ശിക്ഷയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ക്ലിയർ ആയി? അതുപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ. പെട്ടെന്നുള്ള നടപടിക്രമങ്ങൾ വേണമെന്നാണ് നമ്മുടെ പോക്സോ ആക്ട് പ്രകാരം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ തന്നെ 14 ജില്ലകളിലും ഉണ്ടെന്നാണ് തോന്നുന്നത് പോക്സോ ആക്ട് കോടതികൾ. അപ്പം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ലിയർ ആയി? അതുപോലെ തന്നെ നടപടിക്രമങ്ങളിൽ ശിശു സൗഹൃദ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഈ പോക്സോ ആക്ടിൻ്റെ ഇതിൽ വരുന്നത് കുട്ടികളാണല്ലോ. അപ്പോൾ ആ കുട്ടികൾക്കുള്ള നടപടിക്രമങ്ങളിൽ ശിശു സൗഹാർദ്ദം, അപ്പോൾ അവർക്ക് ഒരു ശിശു സൗഹാർദ്ദ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കപ്പെടുന്നത് 18 വയസ്സിൽ പ്രായമുള്ള ഏതൊരാൾ, 18 വയസ്സിൽ പ്രായമുള്ള ഏതൊരാൾ. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാത്ത ആരെയും കുട്ടികളായി കണക്കാക്കപ്പെടുന്നുണ്ട് പോക്സോ നിയമപ്രകാരം. ക്ലിയർ ആയേ? അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അപ്പോൾ അടുത്തത് നമ്മളിനി പഠിക്കാൻ പോകുന്നത്, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തത് പോക്സോ നിയമം അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതായത് ആർക്കാണ് ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നൊന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇവരിൽ ആരൊക്കെയാണ് ശരി എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് നോക്കാം ആർക്കാണ് ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് കഴിയുന്നത്? മാതാപിതാക്കൾക്ക് കഴിയും. ക്ലിയർ ആയ? മാതാപിതാക്കൾക്ക് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കഴിയും. ചൈൽഡ് ലൈൻകാർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഡോക്ടർ, ആശുപത്രി ജീവനക്കാർക്ക് കഴിയും. അതുപോലെ തന്നെ സ്കൂൾ അതോറിറ്റി, ഹോസ്റ്റൽ ജീവനക്കാർക്ക് കഴിയും. അതുപോലെ തന്നെ അധ്യാപകർ, അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ, കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും. അപ്പോൾ ആർക്കൊക്കെയാണ് പറ്റുന്നത്? മാതാപിതാക്കൾ, കുട്ടിയുടെ മാതാപിതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ചൈൽഡ് ലൈന്, ഡോക്ടർ, ആശുപത്രി ജീവനക്കാർ, സ്കൂൾ അതോറിറ്റി, ഹോസ്റ്റൽ ജീവനക്കാർ, അധ്യാപകർ, പൊതുപ്രവർത്തകർ, കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. ക്ലിയർ ആയേ? അതുപോലെ തന്നെ പോക്സോ കുറ്റകൃത്യങ്ങൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ സംഭവിക്കുന്നത്. അപ്പം പോക്സോ കുറ്റകൃത്യങ്ങൾ നമ്മൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. പോക്സോ കുറ്റകൃത്യങ്ങൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം അതിന് ഉത്തരവാദിത്തമുള്ള സ്കൂളിലെ പ്രിൻസിപ്പൽ, ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ, ബാലമന്ദിരത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തുടങ്ങിയ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും പ്രേരണ കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെടും. അതായത് പോക്സോ കേസ് സംബന്ധിച്ച് കുറ്റകൃത്യം നടന്നു നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പറ്റുന്നത്? നമ്മൾക്കും ആ പ്രേരണ കുറ്റത്തിൽ പ്രതി ചേർക്കപ്പെടാൻ കഴിയുമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, പോക്സോ കുറ്റകൃത്യങ്ങൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം അതിന് ഉത്തരവാദിത്തമുള്ള സ്കൂളിലെ പ്രിൻസിപ്പൽ, ആശുപത്രിയിലെ അഡ്മിനിസ്ട്രേറ്റർ, ബാലമന്ദിരത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തുടങ്ങി ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെടും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയേ?
അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകേണ്ട ആർക്കാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു, പോക്സോ കേസ് ആർക്കൊക്കെ നൽകാം, അതുപോലെ തന്നെ കേസിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പോക്സോ ആർക്കൊക്കെ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക ആർക്കൊക്കെയാണ്, അതുപോലെ തന്നെ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന പക്ഷം റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെടാമെന്നും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകേണ്ടത് ആർക്കൊക്കെയാണ്. അപ്പോൾ ഒരു പോക്സോ കേസ് നടന്നെന്ന് വെച്ചിരിക്കുമോ, പോക്സോ കുറ്റകൃത്യം. അപ്പോൾ നമ്മൾ ആദ്യമേ പരാതി നൽകേണ്ടത് ആർക്കാണ്? ലോക്കൽ പോലീസിനാണ്. അപ്പോൾ ലോക്കൽ പോലീസിന് നമുക്ക് പരാതി നൽകാം. അതുപോലെ തന്നെ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിന് പരാതി നൽകാം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകാം. അതും കൂടാതെ ചൈൽഡ് ലൈൻ നമുക്ക് വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാവുന്ന ചൈൽഡ് ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് 1098 ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചൈൽഡ് ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1098. അപ്പം അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നുള്ളൊരു സംഘടനയുണ്ട്, അതായത് SCPCR നമുക്ക് പരാതി നൽകാം. അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഉണ്ട്, NCPCRക്കും നമുക്ക് പരാതി നൽകാൻ സാധിക്കുന്നതാണ്. അപ്പം പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകേണ്ടത് ആർക്കൊക്കെയാണ്? ലോക്കൽ പോലീസിന് നൽകാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിന് നൽകാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകാം, ചൈൽഡ് ലൈനിന് നൽകാം, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിന് നൽകാം, അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിനും നമുക്ക് പരാതി നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലിയർ ആയേ? അപ്പോൾ ആർക്കാണ് പരാതി നൽകേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിൻ്റെ നടപടിക്രമം എന്തൊക്കെയാണെന്ന് നോക്കാം. നിയമപ്രകാരം കുറ്റകരമായ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞെന്നോ നടക്കാൻ പോകുന്നുവെന്നോ അറിവുള്ളയാൾ ഈ വിവരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെ ലോക്കൽ പോലീസിനെ അറിയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്? പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിൻ്റെ നടപടിക്രമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നിയമപ്രകാരം ഒരു കുറ്റകരമായ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞെന്നോ നടക്കാൻ പോകുന്നുവെന്നോ നമുക്ക് അറിവുള്ളയാൾ, അങ്ങനെ ഒരു വിവരം ലഭിച്ച ഒരാൾ ഈ വിവരം പെട്ടെന്ന് തന്നെ നമ്മൾ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെയോ ലോക്കൽ പോലീസിനെയോ അറിയിക്കുകയാണ് ഫസ്റ്റ് വേണ്ടത്. ക്ലിയർ ആയേ? അത് നമുക്ക് എല്ലാവർക്കും ബേസിക്കായിട്ട് അറിയുന്ന കാര്യമാണ്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോക്സോ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ബാലസൗഹൃദമായ ചില നടപടിക്രമങ്ങൾ. ഈ നടപടിക്രമങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആവാൻ കാര്യം പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് നോക്കാം. പോക്സോ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ബാലസൗഹൃദമായ ചില നടപടിക്രമങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് പോക്സോ നിയമത്തിലെ ബാലസൗഹൃദമായ നടപടിക്രമങ്ങളെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള വിചാരണ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ അനുശാസിക്കുന്നു. അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. നമ്മൾ പോക്സോ കോടതികൾ എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പെട്ടെന്ന് തന്നെ അതിൻ്റെ വിചാരണയും കാര്യങ്ങളും എല്ലാം നടന്നു പോകും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വിചാരണയും കാര്യങ്ങളും എല്ലാം നടന്നു പോകും. ഫാസ്റ്റായിട്ട് നടക്കും. കാരണം കുട്ടികളാണ് അപ്പുറത്ത് ചൂഷണം നേരിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തീർത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള വിചാരണ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ അനുശാസിക്കുന്നു. ക്ലിയർ ആയേ? അതുപോലെ തന്നെ കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതിനും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്നതുമായ മാധ്യമ റിപ്പോർട്ടുകൾ വിലക്കുന്നു. കാരണം നമ്മൾ ഇതിന് ഇരയാക്കപ്പെട്ടത് കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ഭാവിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവരുടെ വ്യക്തിത്വം അതുപോലെ അവരുടെ സ്വകാര്യത ഒന്നും വെളിപ്പെടുത്താൻ ഒരു മാധ്യമ റിപ്പോർട്ടുകൾക്കും അവകാശമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്നതും ആയ മാധ്യമ റിപ്പോർട്ടുകൾ വിലക്കുന്നു. അതുപോലെ തന്നെ മൊഴി രേഖപ്പെടുത്തുന്നത് കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതൽ അഭികാമ്യമെന്ന് തോന്നുന്ന മറ്റേതെങ്കിലും സ്ഥലത്തോ വെച്ചായിരിക്കണം. അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, കൊച്ചു കുട്ടികളാണ്. അവരുടെയൊക്കെ മൊഴി നമുക്ക് പോലീസ് സ്റ്റേഷനിലോ ഒന്നും വിളിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ വീട്ടിൽ പോയോ അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതൽ അഭികാമ്യമെന്ന് തോന്നുന്ന മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ ആയിരിക്കണം മൊഴിയെടുക്കുന്നത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ അടുത്തത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മൊഴി രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തണം. അപ്പം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ സബ് ഇൻസ്പെക്ടർ, അതായത് SI റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മൊഴി രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തണം. അപ്പോൾ ആരെയാണ് ചുമതലപ്പെടുത്തേണ്ടത്? സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണേ.
സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മൊഴി രേഖപ്പെടുത്തുവാൻ ചുമതലപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെ പോകുന്ന ഉദ്യോഗസ്ഥ യൂണിഫോം ഇടാൻ പാടില്ല. അതായത് കൊച്ചു കുട്ടികളല്ലേ അവർ, അപ്പോൾ അവർക്ക് യൂണിഫോമും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ പേടി വരുമ്പോൾ അവർക്ക് മൊഴി കൊടുക്കാനും ഒക്കെ ഒരു പേടി വരും. അതുകൊണ്ട് തന്നെ തികച്ചും അവർക്ക് ബാലസൗഹാർദ്ദപരമായ രീതിയിൽ യൂണിഫോം ഇല്ലാതെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കൊണ്ടുവേണം മൊഴി രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തേണ്ടത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. അപ്പോൾ എന്താണ്, ക്രൈം നടന്നു കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ തന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ കോടതി വിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പം പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട വിചാരണകൾ 1 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നടപടിക്രമങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. പോക്സോ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ബാലസൗഹാർദ്ദമായ ചില നടപടിക്രമങ്ങളാണ് നമ്മൾ പഠിച്ചത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള വിചാരണ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ അനുശാസിക്കുന്നു. കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാവുന്നതുമായ മാധ്യമ റിപ്പോർട്ടുകൾ വിലക്കുന്നു. മൊഴി രേഖപ്പെടുത്തുന്നത് കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതൽ അഭികാമ്യം എന്ന് തോന്നുന്ന മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ ആയിരിക്കണം. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മൊഴി രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തണം. അതുപോലെ തന്നെ ആ ഉദ്യോഗസ്ഥ യൂണിഫോം പാടില്ല എന്നാണ് പറയുന്നത്. 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. കോടതി കൂട്ടവിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ കോടതി കൂട്ടവിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. ക്ലിയർ ആയേ? അപ്പോൾ നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത്, നമ്മുടെ ഈ 2012 വന്ന പോക്സോ ആക്ട് നിയമത്തിൽ നിന്ന് 2019 ഭേദഗതി ചെയ്തു. അതായത് പോക്സോ ഭേദഗതി നിയമം 2019. അപ്പോൾ 2019 ഈ നിയമം ഒന്ന് നമ്മുടെ ഈ പോക്സോ ആക്ട് 2012 നിയമം ഒന്ന് ഭേദഗതി ചെയ്യപ്പെട്ടു. അപ്പോൾ ഭേദഗതി എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഭേദഗതി ചെയ്തതെന്ന് നോക്കാം. പോക്സോ ഭേദഗതി നിയമം 2019 കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്നതിനോടൊപ്പം ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ നിയമം 2019 ഭേദഗതി ചെയ്തു. അപ്പോൾ എന്താണ് ഭേദഗതിയുടെ ഇത് പറയുന്നത്? കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷ നൽകുന്നതിനോടൊപ്പം ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ നിയമം 2019 ഭേദഗതി ചെയ്തു. ക്ലിയർ ആയി? അപ്പോൾ നമുക്കിനി ആ ഭേദഗതി ബില്ലിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ പോക്സോ ഭേദഗതി നിയമം 2019 ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? സ്മൃതി സുബിൻ ഇറാനി. അപ്പോൾ സ്മൃതി സുബിൻ ഇറാനിയാണ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 24. അപ്പോൾ രാജ്യസഭ പാസ്സാക്കിയതെന്നാണ് 2019 ജൂലൈ 24. അപ്പം ആ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാർ. ലോകസഭ പാസ്സാക്കിയത് 2019 ആഗസ്റ്റ് 1. ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2019 ആഗസ്റ്റ് 5. അപ്പോൾ ഒന്നുകൂടെ പറയാം. പോക്സോ ഭേദഗതി നിയമം 2019 ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി സുബിൻ ഇറാനി. അപ്പോൾ രാജ്യസഭയിൽ സ്മൃതി സുബിൻ ഇറാനിയാണ് അവതരിപ്പിച്ചത്. ലോകസഭയിൽ വീരേന്ദ്രകുമാറും. രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 24. ലോകസഭ പാസ്സാക്കിയത് 2019 ആഗസ്റ്റ് 1. ബില്ലിന് പ്രസിഡന്റിന് അംഗീകാരം ലഭിച്ചത് 2019 ആഗസ്റ്റ് 5. അപ്പോൾ 2019 ഭേദഗതി നിയമപ്രകാരം ഭേദഗതി വരുത്തിയ സെക്ഷനുകളാണ് സെക്ഷൻ 2, 4, 5, 6, 9, 14, 15, 34, 42, 45. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഭേദഗതി വരുത്തിയ സെക്ഷൻസുകളാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ പോക്സോ ഭേദഗതി നിയമത്തെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇത് പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട സെക്ഷൻസുകളാണ്. നമ്മുടെ ടോപ്പിക്കിലോട്ട് വരുവാണ്. പ്രധാനപ്പെട്ട സെക്ഷൻസുകളാണ് ചോദിക്കുന്നത്. ഇതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് കൂടുതലേ. അപ്പം അതിലും ചാൻസ് ഉണ്ട്, ഇതിലും ചാൻസ് ഉണ്ട്. അപ്പം
എനിക്ക് പോക്സോ നിയമത്തിൽ നിന്ന് 2 മാർക്കാണ് നമുക്ക് ചോദിക്കാൻ, 2 മാർക്കാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് ബേസിക് ഫാക്ട്, ഒന്ന് പ്രധാന സെക്ഷൻസിൽ നിന്നുമായിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 1 എന്ന് പറയുന്നത് നമുക്കറിയാമല്ല, നമ്മൾ IPC പഠിച്ചതാണ്, കേരള പോലീസ് ആക്ട് പഠിച്ചതാണ്, CRPC എല്ലാം പഠിച്ചതാണ്. അതിൻ്റെ എല്ലാ സെക്ഷൻ 1 എന്താണ് പറയുന്നത്? ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. അത് തന്നെയാണ് ഇവിടെ വരുന്നത്, ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. അതായത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ് ആൻഡ് കമൻസ്മെൻറ്റ്. അതായത് ഇവിടെ പറയുന്നത് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 എന്നതാണ് ഈ നിയമത്തിൻ്റെ പൂർണ്ണ രൂപം. ഈ നിയമത്തിൽ ഇന്ത്യ മുഴുവനും വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ നിയമത്തിൽ ഇന്ത്യ മുഴുവനും വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. നിലവിൽ വന്നപ്പോൾ ജമ്മു കാശ്മീർ ഒഴികെയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മുഴുവനും വ്യാപ്തിയുണ്ട് ഈ നിയമത്തിന്. അതുപോലെ തന്നെ 2012 നവംബർ 14 പ്രാബല്യത്തിൽ വന്നു. നമ്മൾ പഠിച്ചാണ് 2012 നവംബർ 14 പ്രാബല്യത്തിൽ വന്നു. ഇനി അടുത്തത് സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 ഇമ്പോർട്ടൻ്റ് ആണ്. പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അതായത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം. അപ്പോൾ സെക്ഷൻ 3 എന്താണ്? പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അതായത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അക്രമം. അതെന്താണെന്ന് നോക്കാം. പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പോൾ പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ആണ്. അതായത് കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുകയോ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വടിയോ കൂർത്ത വസ്തുക്കളോ പ്രവേശിക്കുകയോ ചെയ്യുന്ന പ്രവർത്തികൾ പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ടിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ കാര്യം ക്ലിയർ ആയ? സെക്ഷൻ 3 എന്താണ്? അപ്പം സെക്ഷൻ 3 എന്ന് പറയുന്നത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, ലൈംഗിക കടന്നുകയറ്റത്തിലുള്ള അതിക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് മലയാളം പറയുമ്പോൾ പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അതായത് കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുകയോ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വടിയോ കൂർത്ത വസ്തുക്കളോ പ്രവേശിക്കുകയോ ചെയ്യുന്ന പ്രവർത്തികളാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ ക്ലിയർ ആയ? സെക്ഷൻ 3 അതാണ് വരുന്നത്. കുട്ടികളിലേക്കുള്ള ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെക്കുറിച്ചാണ് സെക്ഷൻ 3 പറയുന്നത്. അപ്പം അടുത്തത് നമ്മൾ പഠിക്കാനുള്ള സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4 എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പണിഷ്മെൻറ്റ് ഫോർ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അതായത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 4 നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചൊരു ഭേദഗതി വന്നിട്ടുണ്ട്. അപ്പോൾ 2019 പോക്സോ ആക്ട് ഭേദഗതി പ്രകാരം സെക്ഷൻ 4 വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 4 എന്നതിനെ സെക്ഷൻ 4(1) എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ സെക്ഷൻ 4 എന്നതിനെ എങ്ങനെ പുനർനാമകരണം ചെയ്തു? ഭേദഗതി പ്രകാരം 4(1) എന്ന് പുനർനാമകരണം ചെയ്തു. അതുപോലെ തന്നെ സെക്ഷൻ 4(1) മുൻപ് നിർദ്ദേശിച്ചിരുന്ന ശിക്ഷയുടെ കാലാവധി വർദ്ധിപ്പിച്ചു. അപ്പോൾ സെക്ഷൻ 4നെ 4(1) എന്ന് പുനർനാമകരണം ചെയ്തു. അതുപോലെ തന്നെ സെക്ഷൻ 4(1) മുൻപ് നിർദ്ദേശിച്ചിരുന്ന ശിക്ഷയുടെ കാലാവധി വർദ്ധിപ്പിച്ചു. ക്ലിയർ ആയോ? അതുപോലെ തന്നെ കുറഞ്ഞ ശിക്ഷ 7 വർഷം എന്നതിൽ നിന്ന് മാറ്റി 10 വർഷം എന്നാക്കി. അപ്പോൾ കുറഞ്ഞ ശിക്ഷ 7 വർഷം എന്നതിൽ നിന്ന് മാറ്റി 10 വർഷം എന്നാക്കി. ക്ലിയർ ആയേ? അതുപോലെ തന്നെ സെക്ഷൻ 4(1) ശേഷം ഉപസെക്ഷനുകളായി 4(2), 4(3) എന്നിവ ഉൾപ്പെടുത്തി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. സെക്ഷൻ 4 എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് ഓഫ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടാണ്. അതായത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 2019 ഭേദഗതി പോക്സോ ആക്ട് ഭേദഗതി പ്രകാരം വന്ന മാറ്റങ്ങൾ കുറേയുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ ഒന്നാമത്തെ മാറ്റം സെക്ഷൻ 4 എന്നതിനെ 4(1) ആയി പുനർനാമകരണം ചെയ്തു. അതുപോലെ തന്നെ സെക്ഷൻ 4(1) മുൻപ് നിർദ്ദേശിച്ചിരുന്ന ശിക്ഷയുടെ കാലാവധി വർദ്ധിപ്പിച്ചു. അപ്പോൾ മുൻപ് കുറഞ്ഞ ശിക്ഷ 7 വർഷം എന്നതിൽ നിന്ന് മാറ്റി 10 വർഷം എന്നാക്കി. അതുപോലെ തന്നെ സെക്ഷൻ 4(1) ശേഷം ഉപസെക്ഷനുകളായ 4(2), 4(3) എന്നിവ ഉൾപ്പെടുത്തി. ഇത്രയും ക്ലിയർ ആയി? ഇനി നമുക്ക് സെക്ഷൻ 4(1) എന്താണെന്ന് നോക്കാം. സെക്ഷൻ 4(1) പറയുന്നത് പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തിയ ഏതൊരാളും 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ കാലത്തേക്ക് ലഘു ഓർ കഠിന തടവ് ശിക്ഷയ്ക്കും പിഴശിക്ഷയ്ക്കും അർഹനാണെന്നാണ് പറയുന്നത്. അപ്പം പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തിയ ഏതൊരാളും 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ കാലത്തേക്ക് ലഘു അല്ലെങ്കിൽ കഠിന തടവ് ശിക്ഷയ്ക്കും പിഴ ശിക്ഷയ്ക്കും അർഹനാണ് എന്നാണ് സെക്ഷൻ 4(1) പറയുന്നത്. അടുത്തത്
സെക്ഷൻ 4(2) എന്താണെന്ന് നോക്കാം. സെക്ഷൻ 4(2) എന്ന് പറയുന്നത് നമ്മൾ സെക്ഷൻ 4(1) പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെയാണ്. അപ്പോൾ സെക്ഷൻ 4(2) പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പ്രവേശിത ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നത് ആരായാലും 20 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും അത് ജീവപര്യന്തം തടവ് വരെ ദീർഘിപ്പിക്കാവുന്നതും ആണ്. അപ്പോൾ ക്ലിയർ ആയേ? നമ്മൾ സെക്ഷൻ 4(1) 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 4(2) 16 വയസ്സ്, അതിലും കുറച്ചുകൂടെ കൊച്ചുകുട്ടികളാണ്. 16 വയസ്സിൽ താഴെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൊച്ചുകുട്ടികളാണ്. അപ്പോൾ ആ കൊച്ചുകുട്ടികളെ പ്രവേശിത ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നവർ ആരായാലും അവർക്ക് 20 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും അത് ജീവപര്യന്തം തടവ് വരെ ദീർഘിപ്പിക്കാവുന്നതുമാണ്. അപ്പോൾ 20 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും അത് ജീവപര്യന്തം തടവ് വരെ ദീർഘിപ്പിക്കാവുന്നതുമാണ്. ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലയളവ് വരെ ജീവിതം തടവിലാക്കുന്നു എന്നാണ് ജീവപര്യന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൂടാതെ പ്രതിയിൽ നിന്ന് പിഴയും ഈടാക്കാവുന്നതാണ്. അപ്പോൾ സെക്ഷൻ 4(2) ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. സെക്ഷൻ 4(2) എന്ന് പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നത് ആരായാലും 20 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും അത് ജീവപര്യന്തം വരെ തടവ് വരെ ദീർഘിപ്പിക്കാവുന്നതും ആണ്. അതുപോലെ തന്നെ കൂടാതെ പ്രതിയിൽ നിന്ന് പിഴയും ഈടാക്കുന്നതാണ്. ക്ലിയർ ആയ? ഇനി അടുത്ത സെക്ഷൻ 4(3) സെക്ഷൻ 4(3) എന്ന് പറയുന്നത് ഉപവകുപ്പ് 1 പ്രകാരം പ്രതിയിൽ നിന്നും ഈടാക്കിയ പിഴ ഇരയായ വ്യക്തിയുടെ ചികിത്സാ ചെലവുകൾക്കായിട്ടും പുനരധിവാസത്തിനായിട്ടും നൽകേണ്ടതാണ്. അപ്പോൾ ഇരയായ കുട്ടികളുടെ സെക്ഷൻ 4(3) ഇത്രയേ ഉള്ളൂ പറയുന്നത്. അപ്പോൾ ഇരയായ കുട്ടിയുടെ ഈ പ്രതിയിൽ നിന്ന് ഈടാക്കുന്ന പിഴയില്ലേ, ആ പിഴ ഇരയായ വ്യക്തിയുടെ ചികിത്സാ ചെലവുകൾക്കായിട്ടും, അതായത് കുട്ടിയുടെ ചികിത്സാ ചെലവുകൾക്കായിട്ടും പുനരധിവാസത്തിനായിട്ടും നൽകേണ്ടതാണെന്നാണ് സെക്ഷൻ 4(3) പറയുന്നത്. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 7 സെക്ഷൽ അസോൾട്ട് എന്നാണ്, അതായത് ലൈംഗിക ആക്രമണം. അപ്പോൾ സെക്ഷൻ 7 എന്താണ്? സെക്ഷൽ അസോൾട്ട്, അതായത് ലൈംഗിക ആക്രമണം. അപ്പോൾ എന്താണ് ലൈംഗിക ആക്രമണം എന്ന് പറയുന്നത്? ഈ സെക്ഷൻ പ്രകാരം ലൈംഗിക ചിന്തയോടെ കുട്ടിയുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക അല്ലെങ്കിൽ കുട്ടികളെ തങ്ങളുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ലൈംഗിക അതിക്രമമാണ്. അപ്പോൾ ക്ലിയർ ആയി? സെക്ഷൻ 7 ക്ലിയർ ആയി? ലൈംഗിക അതിക്രമണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 7 തൊട്ട് താഴെ വരുന്ന സെക്ഷനാണ് സെക്ഷൻ 8. അപ്പോൾ 7 ലൈംഗിക ആക്രമണത്തെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടികളുടെ ലൈംഗിക ആക്രമണത്തിന് ചെയ്യുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 7 പറയുന്നത്. അപ്പോൾ 7 ലൈംഗിക ആക്രമണം ആയതുകൊണ്ട് തന്നെ സെക്ഷൻ 8 എന്താണ് വരുന്നത്? പണിഷ്മെൻറ്റ് ഫോർ സെക്ഷൽ അസോൾട്ട്, അതായത് ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 8 വരുന്നത്. ആ ശിക്ഷ എന്താണ്? 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കുന്നതാണ്. അപ്പോൾ ശിക്ഷ 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയുമാണ് സെക്ഷൻ 8. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 11 ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ് വരുന്നത്. സെക്ഷൻ 11 എന്താണ്? അതായത് പോക്സോ ആക്ട് സെക്ഷൻ 11 എന്താണ്? സെക്ഷൽ ഹറാസ്മെൻറ്റ്, ലൈംഗിക പീഡനം. അതായത് ഒരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന് കരുതാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന് കരുതാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടി എന്ന് കേൾക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ലൈംഗിക ചുവയുള്ള എന്തെങ്കിലും പറയുകയോ ശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്യുക. എന്താണ്? കുട്ടി എന്ന് കേൾക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ലൈംഗിക ചുവയുള്ള എന്തെങ്കിലും പറയുകയോ ശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികളെ എന്തെങ്കിലും ആംഗ്യമോ ശരീരഭാഗമോ വസ്തുവോ സാധനമോ പ്രദർശിപ്പിക്കുക. കുട്ടിയെ കൊണ്ട് തൻ്റെ ശരീരമോ ശരീരഭാഗമോ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക. അതുപോലെ തന്നെ അശ്ലീലതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വസ്തു ഒരു കുട്ടിയെ കാണിക്കുക. നേരിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമം മുഖേനയോ സ്ഥിരമായി ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുക. ഇലക്ട്രോണിക് മീഡിയം ഉപയോഗിച്ച് ഒരു കുട്ടിയുടെ യഥാർത്ഥമോ കെട്ടിച്ചമച്ചതോ ആയ ലൈംഗിക പ്രവൃത്തികളോ ശരീരഭാഗങ്ങളോ ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. അതുപോലെ തന്നെ അശ്ലീല കാര്യങ്ങൾക്കായി ഒരു കുട്ടിയെ വശീകരിക്കുകയോ അതിനായി പാരിതോഷികം നൽകുകയോ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഒരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന് കരുതാനുള്ള സാഹചര്യങ്ങൾ വരുന്നത് സെക്ഷൻ 11 പറയുന്നത്. സെക്ഷൻ 11 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 11
ലൈംഗിക പീഡനത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ സെക്ഷൻ 12 എന്താണ് വരുന്നത്? സെക്ഷൻ 12 വരുന്നത് പണിഷ്മെൻറ്റ് ഫോർ സെക്ഷൽ ഹറാസ്മെൻറ്റ്. അപ്പോൾ സെക്ഷൻ 11 ലൈംഗിക പീഡനത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ സെക്ഷൻ 12 അതിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ചാണ്, അതായത് ലൈംഗിക പീഡനത്തിലുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 12 പ്രകാരം പണിഷ്മെൻറ്റ് ഫോർ സെക്ഷൽ ഹറാസ്മെൻറ്റ്, അതായത് ലൈംഗിക പീഡനത്തിലുള്ള ശിക്ഷ എന്താണ് പറയുന്നത്? ശിക്ഷ 3 വർഷം വരെ തടവും പിഴയുമാണ് വരുന്നത്. 3 വർഷം വരെ തടവും പിഴയുമാണ് വരുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 16 വരുന്നത്. അടുത്തത് സെക്ഷൻ 16 നമ്മൾ പഠിക്കാൻ പോകുന്നത് അബറ്റ്മെൻറ്റ് ഓഫ് ആൻ ഒഫൻസ്, അതായത് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കലിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 16 എന്താണ്? അപ്പം അബറ്റ്മെൻറ്റ് ഓഫ് ആൻ ആക്ട്, അതായത് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കൽ, കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുക, അതായത് പോക്സോ നിയമത്തിലെ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 16 കൊണ്ട്. അപ്പം പോക്സോ കുറ്റകൃത്യം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുക, ആ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒന്നോ അതിലധികമോ ആൾക്കാരുമായി ഗൂഢാലോചന ഏർപ്പെടുക, അതുപോലെ തന്നെ നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് മനഃപൂർവ്വം സഹായം നൽകുക. ഇത് നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആ സെക്ഷൻ ഏതാണെന്ന് പഠിച്ചിരുന്നാൽ മതി. സെക്ഷൻ 16 കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കൽ, അതായത് പോക്സോയുടെ കേസ് വരുമ്പോൾ പോക്സോ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കലാണ് വരുന്നത്. ക്ലിയർ ആയി? അടുത്തത് സെക്ഷൻ 22 പണിഷ്മെൻറ്റ് ഫോർ ഫാൾസ് കംപ്ലൈൻറ്റ് ഓർ ഫാൾസ് ഇൻഫർമേഷൻ, അതായത് വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. അതായത് നമ്മളിപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം ചിലർ അത് ദുരുപയോഗം ചെയ്യും. അതായത് ചെയ്യാത്ത ഒരാളെ കൊണ്ട് ചെയ്യിച്ചെന്നുള്ള രീതിയിൽ അപമാനപ്പെടുത്താൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ നിയമങ്ങൾ വെച്ച് ഒരാളെ മനഃപൂർവ്വം കുറ്റക്കാരനാണെന്ന് വരുത്തി വെക്കുക, വ്യാജ കേസൊക്കെ കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പം പോക്സോ ആക്ട് സെക്ഷൻ 22 പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഫാൾസ് കംപ്ലൈൻറ്റ് ഓർ ഫാൾസ് ഇൻഫർമേഷൻ, വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷയാണ് സെക്ഷൻ 22 പറയുന്നത്. അപ്പോൾ വ്യാജ പരാതി, അതായത് വ്യാജ വിവരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരെയെങ്കിലും അപമാനിക്കാനായി പോക്സോ ആക്ടിലെ വകുപ്പ് 3579 അപ്പം 3579 എന്നിവ പ്രകാരമുള്ള കുറ്റം ചെയ്തതായി വ്യാജ വിവരം നൽകുകയോ അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷ എന്താണ്? 6 മാസം തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും. അപ്പോൾ എന്താണ് പറയുന്നത്? ആരെങ്കിലും അപമാനിക്കുന്നതിനായി പോക്സോ ആക്ടിലെ വകുപ്പ് 3579. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചതാണ്. 3 എന്താണ്? 3 പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണമാണ് 3. അതുപോലെ തന്നെ 5, അതുപോലെ തന്നെ 5, 7, അതുപോലെ തന്നെ 7 എന്താണ്? ലൈംഗിക ആക്രമണം സെക്ഷൽ അസോൾട്ട്. 9 എന്താ? സെക്ഷൽ അസോൾട്ട്. അതുപോലെ തന്നെ 9 പണിഷ്മെൻറ്റ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ചുള്ള വകുപ്പുകളാണ് 3, 5, 7, 9. അപ്പം ഈ 3, 5, 7, 9 എന്നിവ പ്രകാരമുള്ള കുറ്റം ചെയ്യുന്നതായി വ്യാജ വിവരം നൽകുകയോ അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷ എന്താണ്? 6 മാസം തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ സെക്ഷൻ 22 പ്രകാരം വ്യാജ വിവരം നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ശിക്ഷ എന്താണ്? അപ്പം ഒരു ശിക്ഷയും നൽകാൻ പാടില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെച്ചാൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സെക്ഷൻ 22 പ്രകാരം വ്യാജ വിവരം നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ, അപ്പോൾ ഒരു കുട്ടിയാണ് വ്യാജ കംപ്ലൈൻറ്റ് നൽകുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഒരു ശിക്ഷയും നൽകാൻ പാടില്ല എന്നാണ് സെക്ഷൻ 22 പ്രകാരം പറയുന്നത്. അതുപോലെ തന്നെ മുതിർന്ന വ്യക്തി ഒരു കുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകിയാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? അപ്പോൾ ഒരു മുതിർന്ന വ്യക്തി ഒരു കുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകിയാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ. ക്ലിയർ ആയേ? അപ്പോൾ സെക്ഷൻ 22 പഠിച്ചേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 23 പ്രൊസീജിയർ ഓഫ് മീഡിയാസ്, അതായത് മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നോക്കാം. സെക്ഷൻ 23 പ്രകാരം അപൂർണവും ആധികാരികവും അല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയുടെ അഭിമാനത്തിനും സ്വകാര്യതയ്ക്കും കോട്ടം വരുത്തുന്നതുമായ വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തരുത്. അപ്പോൾ പരസ്യപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാധ്യമത്തിലെ റിപ്പോർട്ടിലൂടെയും കുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിൽ അയാളുടെ പേര്, വിലാസം, ഫോട്ടോ, കുടുംബ വിവരങ്ങൾ, സ്കൂള്, അയൽപ്പക്കങ്ങൾ,
അല്ലെങ്കിൽ കുട്ടിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റു വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തിയാൽ ലഭിക്കുന്ന ശിക്ഷ 6 മാസം മുതൽ 1 വർഷം വരെ തടവിനും പിഴയ്ക്കും അല്ലെങ്കിൽ രണ്ടിനും കൂടി ശിക്ഷിക്കപ്പെടുന്നതാണ്. അതായത് കുട്ടിയുടെ പേര് വിലാസമൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷ എന്താണ്? 6 മാസം മുതൽ 1 വർഷം വരെ തടവിനും അതുപോലെ തന്നെ പിഴയ്ക്കും അല്ലെങ്കിൽ രണ്ടിനും കൂടി ശിക്ഷിക്കപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ എന്നാൽ കേസ് വിചാരണ ചെയ്യുന്ന സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയുടെ താല്പര്യപ്രകാരം കാരണം വെളിപ്പെടുത്തലുകൾ നടത്താം. അതുപോലെ തന്നെ ഒരു പ്രസാധകനോ മാധ്യമത്തിൻ്റെ ഉടമയോ ഒറ്റയ്ക്കും കൂട്ടായി അവരുടെ ജീവനക്കാർ ചെയ്യുന്ന കുറ്റകൃത്യത്തിനും വീഴ്ചകൾക്കും ബാധ്യസ്ഥനായിരിക്കും എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഇത് നോക്കി വെച്ചാൽ മതി. അപ്പം നമ്മളിന്ന് പ്രധാന സെക്ഷൻസ്, അപ്പം നമ്മൾ സിലബസ് അനുസരിച്ചാണ് സെക്ഷൻസ് എല്ലാം എടുത്തത്. അപ്പോൾ സിലബസ് അനുസരിച്ച് നമ്മൾ ക്ലാസ്സസ് ഇട്ടിട്ടുള്ളൂ. അപ്പം അതിനനുസരിച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വെറുതെ വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല. സിലബസിൽ എന്താണ് വന്നിട്ടുള്ളത് അത് മാത്രം അങ്ങ് നമ്മൾ പഠിച്ചിട്ട് പോയാൽ മതി. അപ്പം നമ്മളിന്ന് പഠിച്ച പ്രധാന വകുപ്പുകൾ സെക്ഷൻ 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. അതുപോലെ തന്നെ സെക്ഷൻ 3 നമ്മൾ പഠിച്ചാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, അതായത് പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച്, ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെക്കുറിച്ച്. അത് സെക്ഷൻ 3 അത് പഠിച്ചു. അത് സെക്ഷൻ 4 അതിൻ്റെ ശിക്ഷ. ഓർത്ത് വെച്ചാൽ സെക്ഷൻ 3 ഒരു കുറ്റത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ അടുത്ത സെക്ഷനിൽ അതിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. സെക്ഷൻ 4 പണിഷ്മെൻറ്റ് ഓഫ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ സെക്ഷൻ 4 ഉപവകുപ്പുകൾ സെക്ഷൻ 4(1), സെക്ഷൻ 4(2), സെക്ഷൻ 4(3) നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സെക്ഷൻ 7 നമ്മൾ സെക്ഷൽ അസോൾട്ട് ലൈംഗിക ആക്രമണത്തെക്കുറിച്ച് പഠിച്ചു. സെക്ഷൻ 8 അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പഠിച്ചു, പണിഷ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചു, സെക്ഷൽ അസോൾട്ടിൻ്റെ. അതുപോലെ തന്നെ സെക്ഷൻ 11 നമ്മൾ ലൈംഗിക പീഡനം സെക്ഷൽ ഹറാസ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ സെക്ഷൻ 12 ആ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സെക്ഷൻ 16 അബറ്റ്മെൻറ്റ് ഓഫ് ആൻ ഒഫൻസ്, അതായത് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കലിനെ കുറിച്ചുള്ളത് പഠിച്ചു നമ്മൾ. അതുപോലെ തന്നെ സെക്ഷൻ 22 പണിഷ്മെൻറ്റ് ഫോർ ഫാൾസ് കംപ്ലൈൻറ്റ് ഓർ ഫാൾസ് ഇൻഫർമേഷൻ, വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സെക്ഷൻ 23 പ്രൊസീജിയർ ഓഫ് മീഡിയാസ്, അതായത് മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വന്നിരിക്കുന്നത്. പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സിലബസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് മുമ്പ് നമ്മൾ ഇട്ടിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എന്താണ് CRPC ക്ലാസ്സസ്, IPC ക്ലാസ്സസ്, അതുപോലെ തന്നെ എവിഡൻസ് ആക്ടിൻ്റെ ക്ലാസ്സസ്, IT ആക്ട്, അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ വിവരാവകാശ നിയമത്തിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താണ് കേരള പോലീസ് ആക്ട്, അതുപോലെ തന്നെ NDPS ആക്ടിൻ്റെ ക്ലാസ്സും നമ്മൾ ഇട്ടിട്ടുണ്ട്. മാക്സിമം ഇതെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ പ്ലേലിസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് തരാം. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സസ് എല്ലാം ഒന്നേന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ക്ലാസ്സസ് കണ്ട ഒരാളാണെങ്കിൽ തന്നെയും ഒന്നുകൂടെ ക്ലാസ്സസ് ഒന്ന് റിവൈൻഡ് ചെയ്ത്, അതായത് CRPC നമ്മൾ ആദ്യം തൊട്ടുള്ള ക്ലാസ്സസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് തുടങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്നിന് ഈ വീഡിയോ ഇടുന്നില്ല, 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ 5 സെറ്റ് ക്വസ്റ്റ്യൻസായിട്ട് നമ്മൾ 5 വീഡിയോസ് ഇടുന്നതാണ്. മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ മോഡൽ ക്വസ്റ്റ്യൻസിനും 10, 30, 40ഓളം ക്വസ്റ്റ്യൻസ് കാണും. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ടേ നമ്മൾ പരീക്ഷയ്ക്ക് വിടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. മാക്സിമം ക്വസ്റ്റ്യൻസ് പലതരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്, ഒട്ടനെ തന്നെ അവതരിപ്പിക്കുന്നതാണ്. ആ ക്വസ്റ്റ്യൻസിനോട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റാവും, സ്പെഷ്യൽ ടോപ്പിക്സിന് സെറ്റാവും. സ്പെഷ്യൽ ടോപ്പിക്സിന് 20 ഒരു 18 മാർക്ക് കിട്ടത്തക്ക വിധത്തിൽ നമ്മൾ സെറ്റായിട്ടേ നിങ്ങൾ വിടത്തുള്ളൂ. മാക്സിമം നിങ്ങൾ ക്ലാസ്സസ് നമ്മുടെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഉടനെ തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇനിയിപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസിനായി വെയിറ്റ് ചെയ്തിരിക്കൂ. മാക്സിമം നമ്മുടെ ക്ലാസ്സസൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കുക. മാക്സിമം കാണാൻ ശ്രമിക്കുക, ഓർമ്മകൾ പുതുക്കുക. അതായത് CRPC കണ്ട് മറന്നവർ കാണും, CRPCയും അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടും ഒക്കെ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസിനായി വെയിറ്റ് ചെയ്തിരിക്കൂ. അപ്പോൾ മാക്സിമം പുതിയൊരു വീഡിയോ ആയിട്ട് ഒട്ടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ താങ്ക് യു.